ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയ കൂർക്ക കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഈ ചൂടായ പാനിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ മൂപ്പിക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും മറ്റും മൂത്തൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട പ്രധാന ഐറ്റം കൂർക്കയാണ്. ഇവിടെ നമ്മളൊരു 500 ഗ്രാം കൂർക്കയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലെ ആ മണ്ണും ചെളിയും കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അളവ് ഒരു 400 ഗ്രാമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. അത് തീരെ ചെറുതായി പോകാതെ കട്ട് ചെയ്ത് വേവിക്കാൻ പാകത്തിനൊരു മൺചട്ടിയിലേക്കോ മറ്റോ ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു 500 ml വെള്ളവും 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൺചട്ടി ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൂർക്ക പകുതിയോളം വേവിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ കൂർക്കയെല്ലാം പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കാം. വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും മറ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ മൺചട്ടി വീണ്ടും അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ പകുതി വേവായ കൂർക്കയും നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ കൂർക്കയും ചെറിയ ഉള്ളിയുമെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടി. അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇവിടെ നമ്മൾ 300 ml നല്ല കട്ടി തേങ്ങാപ്പാലാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ച് വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തേങ്ങാപ്പാൽ തിളച്ചു കഴിഞ്ഞ് കറി ഒരൽപ്പം കുറുകി കിട്ടുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കടുകും മറ്റും വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൂർണ്ണമായും പൊട്ടിത്തീർന്നതിന് ശേഷം അതിലേക്ക് 2 ഉണക്കമുളക് നുറുക്കിയതും 3 ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് മൂപ്പിക്കുക. ചെറിയ ഉള്ളി മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് മൂപ്പിക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അസാധ്യ രുചിയോടുകൂടിയ കൂർക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം ഈ ഒരു ഐറ്റം തന്നെ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.